ഇത് നമ്മുടെ ടൊയോട്ട ഗ്ലാൻസ്, അതാ ടൊയോട്ട ടൈസർ. ഇപ്പോൾ ടൈസറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടൈസർ ഒരു ക്രോസ് ഓവർ XUV ടൈപ്പ് വണ്ടിയാണ്. എന്നാൽ ഗ്ലാൻസയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊരു ഹാച്ച് ബാക്ക് കാറാണ്. ലുക്ക് വൈസ് നോക്കുമ്പോഴും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതാണ് ടൊയോട്ട ഗ്ലാൻസയും ടൈസറും തമ്മിൽ. നമുക്കിന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഈ ടൈസറിൻ്റെ ഇൻറ്റീരിയറും നമ്മുടെ ഗ്ലാൻസയുടെ ഇൻറ്റീരിയറും ബൂട്ട് സ്പേസും എല്ലാം ഒന്ന് നമുക്കൊന്ന് കാണാം. ഇത് നമ്മുടെ ടൈസറിൻ്റെ ഇൻറ്റീരിയറാണേ. ഗുഡ് മോർണിംഗ്. 360 ഡിഗ്രി ക്യാമറയുണ്ട് ഇതിൽ. ഒരു 9 ഇഞ്ച് സ്ക്രീനാണ് ഈ വരുന്നത്. നല്ലൊരു അടിപൊളി ഡാഷ്ബോർഡ് നമ്മുടെ ടൊയോട്ട ടൈസറിനുണ്ട്. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ക്രോസ് ഓവർ XUV നമ്മുടെ ടൈസർ. എല്ലായിടത്തും ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ്, നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് കൈയൊക്കെ ഒന്ന് വെക്കാൻ പറ്റിയ രീതിയിൽ അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കും നല്ല ലെഗ് സ്പേസിൽ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. സീറ്റൊക്കെ നല്ല ഇത് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. 5 സീറ്ററാണ് വണ്ടി വരുന്നത്. സീറ്റുകളിലായാൽ തന്നെ നല്ല രീതിയിൽ ഇവർ നല്ല ഡിസൈൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മോഡിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒട്ടുമിക്കവാറും കാറുകളിലെല്ലാം ചെയ്യാൻ പറ്റും. ചൂട്, തണുപ്പ് എല്ലാം ഒരു ഓട്ടോമാറ്റിക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ടൈസറിന് ടോപ്പ് വേരിയൻറ്റ് വരുന്നത് GV, പിന്നെ ടർബോ. അതായത് ടോപ്പ് വേരിയൻറ്റ് വരുന്നതാണ് ടർബോ. അതായത് ആ ടർബോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്പോർട്ടി മോഡ് കിട്ടാൻ വേണ്ടി, ഒരു അഡീഷണൽ പവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ തന്നെ എൻജിൻ്റെ കൂടെ ടർബോ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ ടൊയോട്ട ടൈസറിൽ വരുന്നൊരു പ്രധാനമായിട്ടൊരു ഫീച്ചർ, ടർബോ എൻജിൻ. പക്ഷെ അതിന് നമ്മുടെ ആളുകൾ, മലയാളികൾക്കുള്ള ഒരു പൊതുവെയുള്ളൊരു സ്വഭാവമാണ് നമ്മൾ മൈലേജ് നോക്കി വണ്ടി എടുക്കുക എന്നത്. മൈലേജ് നോക്കി എടുക്കുന്നവർക്ക് ടർബോ പറ്റത്തില്ല, പെട്രോൾ മാത്രമേ പറ്റൂ. അതായത് അതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ളത്. ടോപ്പ് വേരിയൻ്റാണ് ടർബോയിൽ വരുന്നത്, അതിലാണ് നല്ല മൈലേജും കാര്യങ്ങളെല്ലാം ഉള്ളത്. എന്തായാലും ഇത് കാണാനും നല്ല ഇൻറ്റീരിയർ വൈസ്, ലുക്ക് വൈസ് എല്ലാം നല്ലൊരു അടിപൊളി വണ്ടിയാണ് ടൈസർ. എന്നിട്ട് ഈ അപ്പുറത്ത് കിടക്കുന്ന ഗ്ലാൻസ് ഇപ്പം ഞാനൊന്ന് അതിൻ്റെ കാര്യം ഇവിടെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. ഈ അപ്പർ പാർട്ടൊക്കെ എടുത്ത് മാറ്റാൻ പറ്റും, അതെല്ലാവർക്കും അറിയാം. നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട്, നല്ല അത്യാവശ്യമായിട്ടുള്ള നല്ല സൂപ്പർ ബൂട്ട് സ്പേസ് ഉണ്ട്. നല്ലൊരു ലഗേജ്, സ്യൂട്ട് കേസ്, ഒരു ഫാമിലി ട്രിപ്പൊക്കെ പോയാലും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ടൈസർ. ഇനി നമുക്ക് നേരെ ഗ്ലാൻസയുടെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ്. അതായത് വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. അതായത് നമ്മുടെ ടൊയോട്ട ഗ്ലാൻസയുടെയും ടൈസറിൻ്റെ തമ്മിലുള്ള ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതൊരു ക്രോസ് ഓവർ ഒരു വണ്ടിയാണ്, ഇതൊരു ഹാച്ച് ബാക്ക് വണ്ടിയാണ്. ക്രോസ് ഓവർ SUV ടൈപ്പ് വണ്ടി, ഒരു ഹാച്ച് ബാക്ക് വണ്ടി. നല്ല ബൂട്ട് സ്പേസിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. നല്ല അത്യാവശ്യം നല്ല ലെഗ് സ്പേസൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കിലൊക്കെ നല്ല ഹൈറ്റുള്ള ആൾക്ക്, ഒരു തടിയുള്ള ആൾക്കൊക്കെ ഇരുന്നാലും നല്ല കംഫർട്ടായിട്ട് നല്ലൊരു ലെഗ് സ്പേസ് നമ്മുടെ ടൊയോട്ട ഗ്ലാൻസയിൽ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിലും നല്ല അത്യാവശ്യം നല്ല ഡിസൈൻസിലൊക്കെയാണ് ഈ ഡാഷ്ബോർഡായാലും സ്റ്റിയറിംഗ് വീലായാലും എല്ലാം കൊടുത്തിരിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ ഇതിലും വരുന്നുണ്ട്. മാത്രമല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. ടൈസറിനെ പോലെ തന്നെ ഗ്ലാൻസയിൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നുകൂടൊന്നും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എനിക്കൊരു സീറ്റിംഗ് കംഫർട്ട് എനിക്കൊന്നുകൂടെ നമ്മുടെ ഈ ടൈസറിനെക്കാട്ടും എനിക്ക് കിട്ടുന്നത് നമ്മുടെ ഈ ടൊയോട്ട ഗ്ലാൻസയിലാണ്. സീറ്റിംഗ് കംഫർട്ട് ഡിസൈൻ വൈസ് വലിയ വ്യത്യാസമൊന്നുമില്ല. അതും ഇതും തമ്മിൽ നല്ല ഒരു ചേഞ്ചും ഇല്ല. ഞാനീ കാണിക്കുന്നത് മാത്രമല്ല കമ്പാരിസൺ, മറ്റേതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. അത് 4 സിലിണ്ടർ, 3 സിലിണ്ടർ, അതിൽ ടോപ്പ് വേരിയൻറ്റ് GV,
ഒത്തിരി കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷേ ഞാൻ ഇന്നൊരു ചെറിയൊരു ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയുള്ളൊരു, അതായത് അത്യാവശ്യം ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.